നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നായകൻ ശ്രേയസ് അയ്യരുടെ കീഴിലെ ടീം ഇന്ത്യ ആദ്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. രണ്ടാം T20 മത്സരത്തിലും സിംബാബ്വെയെ പരാജയപ്പെടുത്തി 3 മത്സരങ്ങളുടെ T20 പരമ്പര 2-0 മുന്നിലായി അപരാജിത ലീഡ് നേടി. സിംബാബ്വെക്കെതിരെ ജയിച്ചതിന് താൻ ഇങ്ങനെ ഹൈപ്പിടണോ എന്ന് ചോദിക്കാനല്ലേ നിങ്ങളിൽ പലരും ഇപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് ഓടിയിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കുക, ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം T20 ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോവുകയാണ്. പുതിയ നായകൻ, കുറേ പുതിയ കളിക്കാർ ഈ ടീമിലുണ്ട്. ആദ്യ ടൂറിനായിട്ട് യൂറോപ്പിലേക്ക് പോയപ്പോൾ അയർലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും തിരിച്ചടി കിട്ടിയതാണ്. അതുകൊണ്ട് വിജയ പദത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നത്. എന്തായാലും ആദ്യ മത്സരം വിജയിച്ചതിന് പിന്നാലെ രണ്ടാം മത്സരത്തിൽ 90 റൺസിൻ്റെ ഗംഭീര വിജയം നമ്മുടെ ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നു. ഹരാരയിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 219 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 17.5 ഓവറുകളിൽ 129 റൺസിന് സിംബാബ്വെ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി ബാറ്റിങ്ങിലും ഇന്നും പ്രകടനമാണ് ഇഷാൻ കിഷനും അതുപോലെ തിലക് വർമ്മയും പുറത്തെടുത്തത്. ഓപ്പൺ ചെയ്ത വൈഭവ് സൂര്യവംശി 9 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ചു. 3 4ഉം 1 6ഉമാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത്. അഭിഷേക് ശർമ്മ ബാറ്റ് കൊണ്ട് തിളങ്ങിയില്ല, പക്ഷെ പന്ത് കൊണ്ട് തിളങ്ങി. 8 പന്തുകളിൽ നിന്ന് 8 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ഇഷാൻ കിഷൻ 44 പന്തുകൾ 9 4ഉം 2 6ഉം അടക്കം 81 റൺസിൻ്റെ ഗംഭീര ഇന്നിങ്സ് കളിച്ചു. നായകൻ ശ്രേയസ് അയ്യർ 20 പന്തിൽ നിന്ന് 25 റൺസ്. പക്ഷെ തിലക് വർമ്മയുടെ ഇന്നിങ്സ് എടുത്തു പറയണം. 29 പന്തുകൾ 5 4ഉം 3 6ഉം അടക്കം 60 റൺ അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. റിങ്കു 12 റൺസ് അടിച്ചു. ശിവൻ ദ്യൂബയ്ക്ക് 3 പന്തിൽ 4 റൺസ് അടിക്കാനാണ് കഴിഞ്ഞത്. അദ്ദേഹം പുറത്താകാതുന്നു. അങ്ങനെ 20 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ 219 എന്ന ഗംഭീര റൺസിലേക്ക് എത്തിയിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ ബെന്നറ്റ് ആഞ്ഞടിക്കുന്ന കാഴ്ച. പക്ഷേ ബെൻ കുളൻ അങ്ങനെ അദ്ദേഹത്തിന് സ്ട്രൈക്കിംഗ് കിട്ടിയില്ല, അങ്ങനെ റണ്ണും അടിച്ചില്ല. എന്നാൽ ബെന്നറ്റ് ഒരു ഭാഗത്ത് ആഞ്ഞടിച്ചു. 4ാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ 34 റൺസ് ആയിരുന്നു. ബെന്നറ്റ് 19 പന്തിൽ നിന്ന് 3 4ഉം 3 6ഉം അടക്കം 32 റൺസ് അടിച്ചിരുന്നു. ബെൻഗറൻ 5 പന്തിൽ 100 റൺസ്. മയേഴ്സ് 12 റൺസ്. ബേൾ 20 റൺസ്. സിക്കന്ദർ റസ ഡക്കായി. മധുവേര 2. മറുമാണി 24. ഇവാൻസ് 19. അതുപോലെ ഞാവൊഴി 3 റൺസ്. എങ്കഡാവ 1 റൺസ്. മുസറബാനി 7 റൺസുമായിട്ട് പുറത്താകുന്നു. ഒരു 17.5 ഓവറുകളിൽ ഓൾ ഔട്ടായി. ഇതിലെടുത്ത് പറയേണ്ട കാര്യം അഭിഷേക് ശർമ്മക്ക് 3 വിക്കറ്റുകൾ ലഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ അവരുടെ ബാറ്റർമാർ ഒന്നായിട്ട് പറഞ്ഞയച്ചു. ഇവാൻസിനെയും ഞാവൊഴിയെയും എൻഗരാവയെയും പറഞ്ഞയച്ചത് അദ്ദേഹമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 4 ഓവറിൽ 30 റൺസിന് 2 വിക്കറ്റാണ് യാഷ് താക്കൂർ എടുത്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനമാണ് അഭിഷേക് ശർമ്മ. ഈ അവസാന വിക്കറ്റുകൾ അങ്ങ് ചുരുട്ടിക്കെട്ടി. 2.5 ഓവറുകളിൽ 17 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് എടുത്തു. പ്രിൻസ് യാദവ് നന്നായിട്ട് എറിഞ്ഞു തുടങ്ങിയതാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പെല്ലൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. 1.2 ഓവറുകളിൽ 10 റൺസിന് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. ബിഷ്ണോയ്ക്കും ദ്യൂബയ്ക്കും തിലക് വർമ്മക്കും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. അങ്ങനെ ടീം ഇന്ത്യ ഗംഭീരമായിട്ടുള്ള വിജയം ആഘോഷിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.